ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറില്ലാഹ്. പരിശുദ്ധ ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിലാകട്ടെ ഇതര സൊസൈറ്റിയിലാകട്ടെ നാം സ്വീകരിക്കേണ്ട അടിസ്ഥാന നയം പരിശുദ്ധ ഇസ്ലാം ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും മനോഹരവും ലളിതവും പ്രായോഗികവും ബുദ്ധിപരവുമായ ആദർശങ്ങളെയാണ്. അങ്ങനെ വരുമ്പോഴാണ് പ്രേക്ഷകർക്ക്, അനുവാചകർക്ക് വേഗം അത് സ്വീകാര്യമാവുക. ഇന്ന് പക്ഷേ പലപ്പോഴും പ്രബോധകരുടെ വിവരണങ്ങൾ ഭയപ്പാടിൻ്റെയും ഭീകരതയുടെയും ബേജാറാക്കലാണ് കൂടുതൽ. ഒരു ശ്രദ്ധേയമായ ചിന്ത മനസ്സിലുണ്ടായത് ഒരു ദാർശനിക പ്രഭുവിൻ്റെ മനോഹരമായ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ്. എല്ലാ പണ്ഡിതന്മാരെയും ചിന്തകരെയും വിസ്മയിപ്പിക്കുന്നതോടൊപ്പം ചോദ്യചിഹ്നങ്ങളായി ഉയർത്തുന്ന ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതിപ്രകാരമാണ്: ഫഇദാ കാനൽ ഇസ്ലാമു ഖദ് ളഹറ ഫീ മുജ്തമഇൻ ജാഹിലിയ്യിൻ മുഅഖ്ഖദിൻ വമുതസാരിഇൻ വനജഹ ഫീ തഗ്യീരിഹി ഫകൈഫ ലാ യഹ്ദുസു ദാലിക ഫീ മുജ്തമഇനൽ ആൻ വഖദ് സാദൽ ഫഹ്മു വൽ ഇൽമു വൽ വഅയു. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതും ആലോചിക്കുന്നതുമായ ഒരു കാര്യമാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ 7-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ഇസ്ലാമിക പ്രബോധനവുമായി വന്നപ്പോൾ ആ കാലഘട്ടത്തിലെ സൊസൈറ്റിയിലെ ജനങ്ങളുടെ അവസ്ഥ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥ, ധാർമ്മികമായി വളരെ നീചമായ അരാജകത്വം, സാക്ഷരതയില്ല, പരസ്പര കൊലയും കൊള്ളയും കൊള്ളിവെപ്പും വ്യാപകം, മദ്യവും മദിരാക്ഷിയും അതിന് അടിമപ്പെട്ട അവസ്ഥ. ഇതൊക്കെ ആയിരുന്നു ഇസ്ലാമിക സമൂഹം ആരംഭത്തിൽ അഭിമുഖീകരിച്ച പ്രബോധിത വിഭാഗം. മക്കയിലെന്നല്ല, അറേബ്യയിൽ ലോകത്തിൻ്റെ സാമൂഹിക ഘടന അങ്ങനെയായിരുന്നു. ഒന്നുകൂടെ പറയണം, വിദ്യാഭ്യാസമില്ല, സാക്ഷരതയില്ല, ദാർശനിക കാര്യങ്ങളിലൊന്നും പ്രബുദ്ധതയുമില്ല, കൊള്ളയും കൊള്ളിവെപ്പും മദ്യവും മദിരാക്ഷിയും, തികച്ചും ഡാർക്ക് ഏജ്, ജാഹിലിയ യുഗം. ഈ ഒരു സൊസൈറ്റിയിലേക്കാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്തത്. എന്താണ് ഫലമുണ്ടായത്? ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ആ സമൂഹം അത് ഏറ്റെടുത്തു, വാരിപ്പുണർന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ 1, 2, 3 പതിറ്റാണ്ട് കൊണ്ട് ഇസ്ലാമിക ആദർശത്തെ ജീവിത വ്യവസ്ഥയായി സ്വീകരിച്ചു. എത്ര പെട്ടെന്നാണ് ആ പരിവർത്തനം ഉണ്ടായത്! അത് ഏതൊരവസ്ഥയിൽ നിന്നാണ് ജാഹിലിയ്യത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക്, ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അസത്യങ്ങളിൽ നിന്ന് സത്യത്തിലേക്ക്. എല്ലാ അർത്ഥത്തിലും അറേബ്യൻ സമൂഹം അരാജകത്വത്തിൻ്റെ, അനീതിയുടെ, അസത്യത്തിൻ്റെ പടുകുഴിയിലായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. എന്നിട്ടോ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് പരിവർത്തനത്തിൻ്റെ പ്രകാശിതമായ മുഖം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിലൂടെ ലോകം ആസ്വദിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ചോദ്യം അതാണ്. എന്നാൽ ചോദ്യത്തിന് മർമ്മം മറ്റൊന്നാണ്. ഇന്ന് നമ്മുടെ ആധുനിക സമൂഹം, സമകാലീന ജനവിഭാഗം, ഏത് സൊസൈറ്റിയുമാകട്ടെ
ഭാരതീയമോ യൂറോപ്യനോ അറബ് സമൂഹമോ ആകട്ടെ, ഇന്ന് എന്തുകൊണ്ട് ഈ ഇസ്ലാമിനെ അത്രമേൽ പരിവർത്തനത്തിൻ്റെ ചടുല ശക്തിയായി അനുഭവിക്കാൻ സമൂഹം മുന്നോട്ട് വരുന്നില്ല? ജാഹിലിയ കാലത്ത് അത്രയും തീക്ഷ്ണമായ പ്രതിസന്ധികൾ നിറഞ്ഞ ക്രൂരന്മാരായ കാടന്മാരായ ഒരു വിഭാഗത്തിന് അത്രയും വേഗം അത് സ്വീകരിക്കാൻ കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു ആ പരിവർത്തനം. പരിശുദ്ധ ഖുർആനിനെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശങ്ങൾ അവർ മുറുകെ പിടിച്ചു പെട്ടെന്ന്. ഇന്ന് എന്തുകൊണ്ട് അതിന് നമുക്ക് സാധിക്കുന്നില്ല? പാശ്ചാത്യ സമൂഹം, ഓറിയന്റലിസ്റ്റ് വിഭാഗങ്ങൾ, എന്തിനധികം നമ്മുടെ ചുറ്റുമൊക്കെയുള്ള ആളുകൾ തന്നെ നാസ്തിക, നിരീശ്വര, ഭൗതികവാദികളായി ഇസ്ലാമിനോട് കൊഞ്ഞനം കുത്തുന്നു. നമ്മൾ പറയുന്നതൊന്നും എവിടെയും ഏശുന്നില്ല. സ്വീകാര്യതയുടെ ഉയർന്ന അളവ് പോയിട്ട് പലപ്പോഴും ചെറിയ ഒരളവിലെങ്കിലും സാർവ സ്വീകാര്യത ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക്, പ്രബോധനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇതൊരു സത്യമല്ലേ? ഇസ്ലാമികമായ ഒരു പ്രഭാഷണം നടക്കുമ്പോൾ അത് സ്വീകാര്യമായി അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്യുകയാണ്, പരിഹസിക്കുകയാണ്, നിഷേധിക്കുകയാണ്. ലോകതലത്തിൽ മുഴുവൻ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വക്താക്കളായാണ് മുസ്ലിങ്ങളെ പലരും കാണുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചു നോക്കുക. എങ്ങനെയാണ് ജാഹിലിയ സമൂഹത്തിൽ അത്ര വേഗം സുതാര്യമായി സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയർന്നതും ഈ കാലഘട്ടത്തിൽ ഇത്രമേൽ അകന്നുപോയതും? ആർക്കും വേണ്ടാത്ത രൂപത്തിൽ, ആരും അംഗീകരിക്കാത്ത രൂപത്തിൽ വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, പുച്ഛങ്ങൾ, ഇസ്ലാമികമായ പ്രബോധകരുടെ ആഹ്വാനങ്ങളെ ചെവി കൊള്ളുന്നതിന് പകരം നിഷേധവും ധിക്കാരവും ആണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തു പറ്റി നമുക്ക്? അല്ലെങ്കിൽ ഇസ്ലാമിന് എന്തു പറ്റി? അന്നത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത, പകർന്ന ആ ഇസ്ലാം ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയല്ല നമുക്ക് റിസൾട്ട് ലഭിക്കേണ്ടത്. പ്രബോധകന്മാർ വർദ്ധിച്ച കാലഘട്ടം, മീഡിയകൾ പല രീതിയിലും ആധുനികമായി സംവിധാനിക്കപ്പെട്ടു. വിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ മാത്രമായിട്ടുള്ള ടെലിവിഷൻ ചാനലുകൾ നിരവധി. എല്ലാ ഭാഷകളിലും ഇസ്ലാമിനെ കിട്ടും. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രതികൾ എല്ലാ ഭാഷകളിലും പലർക്കും സൗജന്യമായി ലഭിക്കത്തക്ക രൂപത്തിൽ നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കി. സംവാദങ്ങളും പ്രഭാഷണങ്ങളും ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും കുറിപ്പുകളും വ്യാപകമായി നടക്കുന്നു. ഇത് ഇസ്ലാമിക പ്രബോധകർ അനവരതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരു സമൂഹത്തിലേക്കാണ് കൊടുക്കുന്നത്? പ്രബുദ്ധതയുള്ള, വിദ്യാഭ്യാസമുള്ള, സാക്ഷരതയുള്ള, ചിന്താശേഷിയുള്ള ആധുനിക സമൂഹത്തിലേക്ക്. എന്നിട്ടും റിസൾട്ട് പഴയ കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അനുഭവിച്ചതിൻ്റെ ആ ഒരളവിൽ ഉണ്ടാകുന്നുണ്ടോ? ആ ഒരളവിൽ ഉണ്ടാകുന്നുണ്ടോ എന്നതിലപ്പുറം നെഗറ്റീവ് റിസൾട്ട് അല്ലേ കൂടുതൽ ഉണ്ടാകുന്നത്? ഇസ്ലാമിക പ്രബോധകരുടെ നല്ല പ്രഭാഷണങ്ങൾക്ക് താഴെ കൊടുക്കുന്ന കമൻറ്റുകൾ പരിഹാസത്തിൻ്റെ, പുച്ഛത്തിൻ്റെ അല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിലല്ലേ ഒരു വിഭാഗം ചിത്രീകരിക്കുന്നത്? എന്തുകൊണ്ടിത് സംഭവിച്ചു, ഈ ദുർവിധി? ഇത് ബുദ്ധിമാന്മാർ ഗൗരവത്തോടുകൂടി ആലോചിക്കുക. കാരണം പലതുമായി പറയാൻ കഴിയും. എന്നാലും പ്രധാനമായ ഒരു കാരണമുണ്ടാകുമല്ലോ. ഈ ചോദ്യം ഇസ്ലാമിക പ്രബോധക സമൂഹത്തിലേക്ക് തൊടുത്തുവിട്ട ആ ദാർശനിക പ്രഭു, ആ മഹാനുഭാവരായ സൂഫി വര്യൻ അതിന് മറുപടി കണ്ടെത്തുന്നതും വളരെ ലളിതമായാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയും. അദ്ദേഹം എഴുതി, ലഅല്ല സബബ്, ഈ കാലത്ത് ഇത്രയും പ്രബുദ്ധമായ ഒരു സമൂഹത്തിന് ഇസ്ലാമിനെ കൊടുക്കാൻ, പകരാൻ നമുക്ക് പ്രയാസമായി തോന്നുന്നു. ഇതിൻ്റെ കാരണം മിക്കവാറും
ഹുവ ഉലൈകല്ലദീന വളഉ അൻഫുസഹും ഫീ മൗഖഇൽ വസാതത്തി ബൈനൻ നാസി വസ്സമാഇ ദൂന അൻ യഫ്തു. ഫത്വ നൽകുവാൻ, ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെ പറയുവാനും കൊടുക്കുവാനും എഴുതുവാനും മുന്നോട്ട് വരുന്നവർ, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അതിനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നവർ, അവരുടെ മുഖമുദ്ര എന്തായിപ്പോയി? മനുഷ്യരുടെ ദാഹമകറ്റുന്ന രീതിയിലോ സ്നേഹം കാക്ഷിക്കുന്ന ഒരു ലോകത്തിന് സ്നേഹം വർദ്ധിതമായ അളവിൽ പകർന്നു കൊടുക്കുന്നതിനോ സങ്കീർണമായ പ്രശ്നങ്ങളിൽ പെടുന്നവർക്ക് അതിൻ്റെ ലളിതമായ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നതിലോ അല്ല നിർവൃതരായിട്ടുള്ളത്. മറിച്ച് ഇന്ന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളായ പരിശുദ്ധ ദീനിനെ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായ ഗുണം പലപ്പോഴും ചോർന്നുപോയി. പാലിൽ നിന്ന് വെണ്ണ നഷ്ടപ്പെട്ടതുപോലെ ഇസ്ലാമിക ദർശന പ്രചാരണങ്ങളിൽ നിന്നും അതിൻ്റെ സ്നേഹം എന്ന ഭാവം, ലാളിത്യം, കാരുണ്യം എന്ന മുഖമുദ്ര എടുക്കപ്പെട്ടു പോയി. ഇന്ന് ഫത്വകളുടെ പേരിലായാലും ഇസ്ലാമികമായ വിളംബരങ്ങളുടെ കാഴ്ച എങ്ങനെയാണ്? കാർക്കശ്യത്തിൻ്റെ, കണിശതയുടെ, ഭയപ്പാടിൻ്റെ, ബേജാറിൻ്റെ വർത്തമാനങ്ങളാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചാരാധിക്കുക എന്നതിന് പകരം നരകത്തെ ഭയന്ന് പേടിച്ച് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന ആക്രോശങ്ങളാണ് പലപ്പോഴും കേൾക്കുന്നത്. ഇത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ഇന്ന കുല്ല ശുഊന ദീൻ, ഇസ്ലാമിക ധർമ്മത്തിൻ്റെ സർവമാന കാര്യങ്ങളും അസ്ഹലു വ അബ്സതു വ അർഹമു മിമ്മാ യഅരിഫുഹുന്നാസു വ യഅതഖിദുഹുന്നാസു വ യതസവ്വറുഹുന്നാസ്. മഹാദാർശനികമായ ഒരു വചനമാണിത്. പരിശുദ്ധ ദീൻ ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്, വളരെ കാരുണ്യം നിറഞ്ഞതാണ്, സ്നേഹം മാത്രമാണ്. ഭൂരിഭാഗം ജനങ്ങളും മനസ്സിലാക്കിയതിൽ നിന്ന് വിപരീതമായി വലിയൊരു കൂട്ടം ജനങ്ങൾ വിശ്വസിക്കുന്നതിനെതിരായി ഇന്ന് ലഭിക്കുന്നത് കണിശതയുടെ, ഭയപ്പാടിൻ്റെ, ബേജാറിൻ്റെ, ശിക്ഷയുടെ ഭയാനകമായ സന്ദേശങ്ങളാണ്. ബഷീറൻ വ നദീറൻ എന്നിടത്ത് ബഷീറിനെ കാണുന്നില്ല, നദീറിനെ കാണുന്നുള്ളൂ. ഒന്നുകൂടി പറഞ്ഞാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലളിതമായി അവതരിപ്പിച്ചതിനെ നാം കണിശമായി പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എളുപ്പമായി നൽകിയതിനെ നാം സങ്കുചിതമായി കുടുസായി അവതരിപ്പിക്കുന്നു. മതവ്യാഖ്യാനങ്ങളുടെ കാരുണ്യ സ്നേഹമറ്റ ഭാവം ഇന്നങ്ങനെ ആയിപ്പോയിട്ടുണ്ടെന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? മുമ്പ് ഏതൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് പേടിയാണ്, പേടിച്ചിട്ട് പള്ളിയിൽ പോകാനും എനിക്ക് ഭയമാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ കേന്ദ്രമായ അങ്ങനെയാണല്ലോ കരുതിയത്. ഇവിടെയാണ് നരകത്തെ ഭയന്നുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുന്നതിനു പകരം സ്നേഹവാനായ, കാരുണ്യവാനായ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ഒരു തരം ഉയർച്ച, ഉണർവ്, ആ സ്നേഹിച്ചുകൊണ്ട് നമസ്കരിക്കാൻ എന്തൊരു സുഖാണ്. സ്നേഹം മനസ്സിൽ വിരിഞ്ഞ് നോമ്പനുഷ്ഠിക്കാൻ എന്തൊരാസ്വാദനമാണ്. പക്ഷെ എപ്പോഴും നരകപ്പേടിയാണ്, തീപ്പേടിയാണ്, ബേജാറാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമിക ദീനിൽ നരകം എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ആവശ്യവുമാണ്. അള്ളാഹു എന്ന സർവാധികാരിയുടെ മേൽക്കോയ്മയുടെ ചിഹ്നങ്ങളാണത്. സമ്പൂർണനായ ഒരു അധികാരിയുടെ കയ്യിൽ സ്വർഗം മാത്രം പോരാ, നരകവും വേണം. സുവിശേഷം മാത്രം പോരാ, താക്കീതും വേണം. ധിക്കാരികളെ, നിഷേധികളെ, കുറ്റവാളികളെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. എന്നാൽ പൊതു സമൂഹത്തിൻ്റെ മുദ്ര
ഇതായിപ്പോയാലോ? നരകപ്പേടി, ഭയപ്പാട് മാത്രം, ഖബറിലെ ശിക്ഷയും നരകത്തിൻ്റെ ബേജാറും അതില്ലെന്നല്ല പറയേണ്ടത്. പക്ഷേ അതാണോ നാം ഹൈലൈറ്റ് ചെയ്യേണ്ടത്? അതൊരാൾ ഉദാഹരണം പറഞ്ഞിരുന്നു. നാം ഒരു അന്യ സംസ്ഥാനത്തു കൂടി വാഹനം ഓടിച്ചു പോകുമ്പോൾ തീവ്രമായ വേട്ട നടക്കുന്നുണ്ട്. അവിടെയുള്ള സമാധാന പാലകർ എല്ലാ വണ്ടിയും തടഞ്ഞ് ആളുകളെ പുറത്തിറക്കി വിചാരണ ചെയ്ത് വാഹനം മുഴുവൻ ടോർച്ചടിച്ച് പരിശോധിച്ച് ബേജാറാക്കുന്ന ഒരു രംഗമുണ്ട്. കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ വലിയ ഒരു സംഘം അതിൻ്റെ കെട്ടുകളുമായി പുറപ്പെട്ടിരിക്കുന്നു. അവരെയാണ് പിടികൂടുന്നത്. അതിനെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള സ്ക്വാഡാണ് രംഗത്തിറങ്ങി വാഹനങ്ങൾ കൈകാട്ടി തടയുന്നത്. ഇതറിഞ്ഞാൽ നമ്മുടെ കാറിൽ, നമ്മുടെ വാഹനത്തിൽ ഒരു സിഗരറ്റ് പാക്ക് പോലും ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ബേജാറാകുന്നത്? കൈകാട്ടുമ്പോഴേക്ക് നമ്മൾ വിറക്കേണ്ട കാര്യമുണ്ടോ? അവർ വാഹനം മുഴുവൻ അരിച്ച് പെറുക്കുമ്പോൾ നമുക്ക് സന്തോഷം കൂടുകയല്ലേ? എന്തുകൊണ്ട്? നമ്മുടെ കയ്യിൽ ലഹരിയുമില്ല, മയക്കുമരുന്നുമില്ല, ഒരു സിഗരറ്റ് പോലും ഇല്ല. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇതുപോലെയല്ലേ ഏകനായ അള്ളാഹുവിനെ ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ അടിയറവ് പറഞ്ഞ് ആ കാരുണ്യ കടാക്ഷ കടലിൽ മുങ്ങി ജീവിക്കുന്നവർ, ഭക്തിയും നിസ്കാരവും നോമ്പും ദിക്റും ഇതൊക്കെ പള്ളിയിൽ വെച്ച് നടത്തുമ്പോഴും ബേജാറ് തന്നെ. പിന്നെയും ബേജാറെന്ന് പറയുമ്പോൾ ഒരു രക്ഷാമാർഗം കാണുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശക്കർത്തും വ ആമൻതും. അഭിമന്യരായ ഗുരുനാഥർ ഈ ഖുർആനിക വചനം പാരായണം ചെയ്ത് ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് അള്ളാഹു അവൻ്റെ ഖുർആനിൽ വിളംബരപ്പെടുത്തിയതാണ്, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ലഇൻ ശക്കർത്തും വ ആമൻതും. നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് ലഭിക്കാനാണ്? ഇതല്ലേ ഒരു നേരായ പരിഭാഷ? മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും. നിങ്ങളെ അദാബാക്കിയിട്ട് അള്ളാഹുവിന് എന്ത് നേടാനാണ്? ഇൻ ശക്കർത്തും വ ആമൻതും. വിശ്വാസവും നിങ്ങൾക്കുണ്ട്, നന്ദി ബോധവും നിങ്ങൾക്കുണ്ട്. ഇതുള്ള ഒരു വിഭാഗത്തിനെ അല്ലാഹു തആല ശിക്ഷിക്കുമെന്ന് കരുതുകയാണോ? നരകത്തിലിട്ട് കത്തിക്കരിപ്പിച്ചു കളയുമെന്ന് കരുതുന്നതാണോ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ, കാരുണ്യത്തിൻ്റെ മുമ്പിൽ കാക്ഷിക്കുന്നതിനേക്കാളും നല്ലത്? ഇവിടെയാണ് സൂഫി മഹാചാര്യന്മാർ മൂളിപ്പാട്ടായി പാടുന്ന ഒരു വരി ഗുരുനാഥൻ ചൊല്ലിയത്. യഅ്ബുദൂനല്ലാഹ ഖൗഫൻ മിൻ ലളാ ഫലളാ ഖദ് അബദൂ ലാ റബ്ബനാ വലിദാരിൽ ഖുൽദി സ്വല്ലൂ ലാ ലഹു മിസ്ല ഖൗമിൻ യഅ്ബുദൂനൽ വസനാ. വിശാല ഹൃദയരായ സൂഫി ഗുരുക്കന്മാർ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് പഠിപ്പിച്ചത്. അള്ളാഹുവിനെ സ്നേഹിച്ച് ഇബാദത്ത് ചെയ്യുക. ഈ മഹാനുഭാവം പറയുന്നത് യഅ്ബുദൂനല്ലാഹ ഖൗഫൻ മിൻ ലളാ, ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തെ, നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ അള്ളാഹുവിന് ആരാധനകൾ നിർവഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫലളാ ഖദ് അബദൂ ലാ റബ്ബന, അവരാരാധിക്കുന്നത് നരകത്തെയാണ്, അഗ്നിയെയാണ്, നമ്മുടെ റബ്ബിനെ അല്ല. നരകത്തിനെ പേടിച്ചിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ നരകമാണ് അവരുടെ റബ്ബ്, അല്ലാഹു അല്ല. വലിദാരിൽ ഖുൽദി സ്വല്ലൂ ലാ ലഹു, ശാശ്വത ഭവനമായ അനുഗ്രഹങ്ങളുടെ വീടായ സ്വർഗത്തിന് വേണ്ടിയാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹുവിന് വേണ്ടിയല്ല. ഇവിടെ സ്വർഗത്തെയാണ് അവർ ഇലാഹായി കാണുന്നത്, അള്ളാഹുവിനെ അല്ല. വലിദാരിൽ ഖുൽദി സ്വല്ലൂ ലാ ലഹു, അനശ്വരമായ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ, ഹൂരികളുടെ, കള്ളിൻ്റെ, പുഴകളുടെ, രമ്യഹർമ്മങ്ങളുടെ, സുന്ദരിമാരുടെ സ്വർഗത്തെയാണ് അവർ ആരാധിക്കുന്നത്. അതിനെയാണ് അവർ വലിദാരിൽ ഖുൽദി
സ്വല്ലു ലാ ലഹു. സൃഷ്ടാവായ പടച്ച തമ്പുരാനായ ഏകനായ കാരുണ്യവാനായ അള്ളാഹുവിനല്ല അവരുടെ ഇബാദത്ത്. അതായത് സ്വർഗം മോഹിച്ചും നരകത്തെ പേടിച്ചും ഇബാദത്ത് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ മിസ്ല ഖൗമിൻ യഅ്ബുദൂനൽ വസന, അള്ളാഹു അല്ലാത്ത മറ്റ് ശക്തികളെയും വ്യക്തികളെയും ആരാധിക്കുന്നത് പോലെ തന്നെയല്ലേ. ഇവിടെ നരകം പേടിക്കേണ്ടത് തന്നെയാണ്, സ്വർഗം മോഹിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ അടിസ്ഥാന ലക്ഷ്യം അതായി പോയാലോ, അള്ളാഹുവിൻ്റെ പ്രീതിയെ ലക്ഷ്യം വെച്ച് സ്നേഹവാനായ കരുണക്കടലായ അള്ളാഹുവിനെ കാണുക, ആ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സ്നേഹത്തോടെ സമർപ്പിതരാവുക. മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശക്കർതും വ ആമൻതും. നമ്മുടെ കൽബകത്ത് മുഴങ്ങുന്ന ചോദ്യമാണിത്. അള്ളാഹു തആലാക്ക് പ്രിയപ്പെട്ട അടിമകളെ നിങ്ങളെ ശിക്ഷിച്ചിട്ട് എന്തു കിട്ടാനാണ്? നിങ്ങളിൽ ഈമാനും ശുക്റും ഉണ്ടെങ്കിൽ. അല്ലാഹുമ്മ ആമീൻ. അപ്പോഴ് ജാഹിലിയ സമൂഹത്തിൽ എല്ലാവിധ ദോഷങ്ങളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടും പെട്ടെന്ന് ഇസ്ലാമിനെ പടർന്ന് പന്തലിച്ചു, അത് വ്യാപിച്ചു പ്രചാരം നേടി. അതിന് കാരണം ഇസ്ലാം മുന്നോട്ട് വെച്ച ലാളിത്യം, സ്നേഹം, കാരുണ്യം, നീതി, ഇതായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്. യളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത് മഅഹും. അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ചങ്ങലകളെയൊക്കെ തകർത്ത് അവരുടെ പാപഭാരങ്ങളെയെല്ലാം ഇറക്കി വെച്ച് യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ ലളിതമാക്കുവീൻ, നിങ്ങൾ പ്രയാസപ്പെടുത്താതിരിക്കുവീൻ, നിങ്ങൾ സന്തോഷവാർത്ത നൽകുവീൻ, നിങ്ങൾ പേടിപ്പിച്ച് ആട്ടി ഓടിക്കാതിരിക്കുവീൻ. ഈ ഒരു നയത്തിലേക്ക്, സ്നേഹ സന്ദേശത്തിൻ്റെ വിളംബരത്തിലേക്ക് വ്യാപകമായി ഇസ്ലാമിക പ്രബോധനം വളരുമ്പോൾ അതിലൂടെയാണ് പ്രായോഗികമായി ഇസ്ലാമിൻ്റെ അംഗീകാരം നേടാൻ കഴിയുക. അതായിരുന്നു മഹാന്മാരായ സൂഫികൾ ലോകത്ത് നിർവഹിച്ച അവരുടെ സ്നേഹ കാരുണ്യത്തിൻ്റെ പ്രബോധന രീതി. അതുതന്നെയാണ് ഏത് കാലത്തും ഏത് സമൂഹത്തിലും വിജയകരമായ മാർഗം. അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.